എടി കനന്തിനോടെ മര്യാദക്ക് ഇവിടെ നിന്നണം. ആ അമ്മയുണ്ടല്ലോ, അവര് വളരെ നല്ലൊരു സ്ത്രീയാ. വേണ്ടാത്തതൊക്കെ കാണിച്ചപ്പോ നിന്നെ ഓരോ സ്ഥലത്തു നിന്ന് പറഞ്ഞു വിട്ടതിന്റെ ഓർമ്മ വേണം. നീ എന്റെ മാനം കെട്ടരുത്. അവര് പറഞ്ഞത് നീ ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചു. എന്ത് ശ്രദ്ധിച്ചു? പറഞ്ഞതെല്ലാം ശ്രദ്ധിച്ചു. ഓ, നീ കുറെ ശ്രദ്ധിക്കും. എടി, മര്യാദക്ക് നിന്നാലേ ഒരു കുടുംബാംഗത്തെ പോലെ നിനക്കിവിടെ കഴിയാം എന്ന് പറഞ്ഞ് നീ ശ്രദ്ധിച്ചോ? അതൊന്നും വെറുതെ പറയുന്നതല്ല. ഞാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരും. എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാ ആ നിമിഷം ഈ കുട്ടൻപിള്ള നിന്നെ ഇവിടെ ഒന്ന് പൊക്കും. അണ്ണൻ എന്താ ഈ പറയുന്നേ? അണ്ണൻ എന്തേ പറയുന്നേ? ഞാനൊരു കുഴപ്പമുണ്ടാക്കത്തില്ല. എങ്കിൽ നിനക്ക് നല്ലത്. കുട്ടൻപിള്ളേ ഇതാ വന്നു. എങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ. പറഞ്ഞതുപോലെ നീ അകത്തേക്ക് വാ. മോനെ, നീ കുളിയൊക്കെ കഴിഞ്ഞെങ്കിൽ കാപ്പ് കുടിക്കാൻ വാ. ഇതാ വരുന്നു. മോനെ, ഇത് പുതിയ പാചകക്കാരിയാണ് കേട്ടോ. കൊള്ളാം, നന്നായിരിക്കുന്നു. അമ്മേ, her cooking is really wonderful. ഞാൻ രതീഷിന്റെ മുറിയിലൊന്ന് പോയിട്ട് വരാം. ഓ, അവന്റെ ഒരു രതീഷ്, അവൻ വല്ലതൊക്കെ പഠിക്കുന്നുണ്ടോടാ? അമ്മേ, അവനൊരു ഭൂലോക ഉഴപ്പനാണെങ്കിലും എല്ലാ പരീക്ഷയിലും കടന്നുകൂടും. അവന്റെ വീട്ടിൽ കണ്ടമാനം പണമല്ലേ, അതൊക്കെ ഒന്ന് ചെലവാക്കാൻ വേണ്ടിയാ വലിയ മുറി സൗകര്യങ്ങളൊക്കെ ആയി വീട് വിട്ട് പഠിക്കാൻ ഇറങ്ങണത്. എടാ, ഏത് ക്ലാസ് മുതലാ നിങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയത്? 5ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരുമിച്ചാ. വലിയ ഉഴപ്പനാണെങ്കിലും ആള് സിൻസിയറാ. Yes, come in. Oh, Mr. Jeevanlal, respected genius, rank holder, കള്ളു കുടിക്കാത്തവൻ, പെണ്ണ് പിടിക്കാത്തവൻ, ഇരിക്കണം. ഇതിന്റെ എല്ലാം ഓപ്പോസിറ്റായ മിസ്റ്റർ രതീഷ് കുമാർ രാവിലെ തന്നെ നിന്റെ പ്രിയപ്പെട്ട ഫിലിമുകൾ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അതെന്റെ സൗകര്യം. നീ ഒരു സോഡ കുടിക്കുന്നു? കുടിക്കുന്നില്ലല്ലോ. വിരുദ്ധ സ്വഭാവമുള്ള നീയും ഞാനും എങ്ങനെയാ ഫ്രണ്ട്സ് ആയത്? ഞാനും അത് ആലോചിച്ച് അത്ഭുതപ്പെടാറുണ്ട്. നിന്റെ കരണത്ത് 2 അടിയും പൊട്ടിച്ച് ഈ ബന്ധം ഉപേക്ഷിക്കാൻ എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നോ ആലോചിക്കാറുണ്ട്. ഒരു സോഡയെങ്കിലും കുടിക്കടാ. നീ എന്റെ ഫ്രണ്ടായി പോയില്ലേ? നീ ഇങ്ങനെയൊന്നും ആയാ പോരാ. ഈ പ്രായം അടിച്ചു പൊളിച്ച് നടക്കേണ്ട സമയമാണ്. ഓ എടാ, എല്ലാം കുറേശ്ശെ വേണം. ഓഹോ,
നിന്നെപ്പോലെ വഷളത്തരം കാണിച്ച് ജീവിക്കുന്നവരെല്ലാം കൊള്ളാവുന്നവർ, ബാക്കിയുള്ളവരെല്ലാം മോശക്കാർ. ഒന്ന് പോടാ. എടാ, ജീവിതം സുഖിക്കാനുള്ളതാ. അല്ലാതെ തത്വങ്ങൾ പ്രസംഗിച്ച് നടക്കാനുള്ളതല്ല. കൂടുതൽ സുഖിച്ച് നടന്നാൽ കുഴപ്പമാണ് മോനെ. പലരുടെയും കഥകൾ ഞാൻ പറഞ്ഞു തരണോ? അതെ, ചില മണ്ടന്മാർ ചെന്ന് കുടുക്കിൽ വീഴും. ഓരോന്നിനും ഇത്തിരി വശവും തന്ത്രവും വേണം. ഓ, ഒരു തന്ത്രക്കാരൻ. എന്താ ഇത്ര സംശയം? പെമ്പിള്ളേരെ വളയ്ക്കാൻ എന്നെപ്പോലെ തന്ത്രമറിയാവുന്നവർ കുറവാടാ. സൂക്ഷിച്ചാൽ കൊള്ളാം. ഞാൻ ആശ്രമത്തിലേക്ക് പോവുക. ഇനി വൈകിട്ടേ വരൂ. മോൻ ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കും, അപ്പിട്ട് കൊടുക്കണം. നീ ഉണ്ടാക്കുന്ന ഭക്ഷണം അവന് ഇഷ്ടായതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസമായി. മോനെ, അമ്മ ആശ്രമത്തിലേക്ക് പോവുകയാണ്. വായിക്കാൻ ഏതെങ്കിലും വീക്കിലി ഉണ്ടോ? നിനക്ക് വായിക്കാൻ എന്താ ഇവിടെ ഇപ്പൊ ഉള്ളത്? ഒരു കാര്യം ചെയ്, ഏതെങ്കിലും മലയാള വീക്കിലികൾ ആവശ്യമുണ്ടെങ്കിൽ രാവിലെ പേപ്പർ ബോയ് വരുമ്പോ പറഞ്ഞാ മതി. ഈ മുറിയെല്ലാം ആകെ വൃത്തികേടായിട്ടാണല്ലോ